മക്കളെ, ആദ്യം തന്നെ എല്ലാവർക്കും പ്രണയദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഞാനൊരു ഉഴുന്നുവട തയ്യാറാക്കിയിരിക്കുകയാണ്. ഉഴുന്നുവട എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇത് ഞാൻ അച്ഛനോട് ചോദിക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? ഹലോ മക്കളെ, ആദ്യം വന്ന ഇഡ്ഡലി മാവാട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ച് ഞാനൊരു ഉഴുന്നുവട ഉണ്ടാക്കാൻ പോകട്ടോ. താണ്ട ഇഡ്ഡലി നമ്മൾ പിന്നെ കൂടുതൽ ഉഴുന്ന് സമാസമയം ഉഴുന്ന് വരും ചേർത്ത് മാവ് അരച്ച് വെക്കുന്നു. അപ്പോൾ ഇത്രയും മാവ് സാധാരണ മാവൊക്കെ അതേപോലെ ഞാൻ അടുത്ത ദിവസത്തെ കളയത്തേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓർത്ത് ഇത് കൊണ്ട് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ മാവ് ഇതിലൊന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ പാത്രത്തിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ട ഉഴുന്ന് പൊടി കേട്ടോ, നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ഉഴുന്ന് പൊടി ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ മാവ് ഏകദേശം ഒരു 100 ml കാണുള്ളൂ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കൊടുത്തിട്ട് നമ്മൾ ഒരു 5-6 ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടി ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇത്. ഇതെല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് നമുക്ക് ലൂസാവുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നമുക്ക് ഉഴുന്നുപൊടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇച്ചിരി റവ മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ, ഇച്ചിരി ക്രിസ്പി കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മളെല്ലാം കുഴച്ച് മാറ്റി വെച്ച് കേട്ടോ. എന്നിട്ട് നമ്മൾ വേണ്ട സൺഫ്ലവറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വേണ്ട വെള്ളത്തിൽ നമ്മൾ കൈ മുക്കണം കേട്ടോ, കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇതേ രീതിയിൽ എടുത്തിട്ട് ഓരോ ചെറിയ ചെറിയ ബോൾ എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കൂടെ നമ്മൾ കൈ ഇട്ട് കുഴിച്ച് ഇങ്ങനെ ഉരുട്ടി ഓരോ പ്രാവശ്യവും വെള്ളത്തിൽ കൈ മുട്ടണം കേട്ടോ, മുക്കണം, അല്ലെങ്കിൽ കയ്യിൽ പറ്റി പിടിക്കും കേട്ടോ. ഇതേ രീതിയിൽ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മൾ പാകത്തിന് കുഴച്ചെടുക്കണം കേട്ടോ. ലൂസാണെങ്കിൽ നമുക്ക് ഇച്ചിരി നമ്മുടെ ഉഴുന്നുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി വേണമെങ്കിലും ചേർക്കാൻ, ഞാനിപ്പോൾ ചേർത്തില്ല. പിന്നെ നമ്മളിതിനകത്ത് സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഒരു ഇച്ചിരി മയക്കുറവുണ്ട്, എങ്കിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഗോതമ്പ് മാവൊക്കെ ആദ്യം വരുമ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ, കളയരുത്. 4 മണിക്കൊരു പലഹാരം കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ മായം ചേരാത്ത ഉഴുന്നുവട നമുക്ക് തയ്യാറാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ ഇതേ രീതിയിൽ 3 എണ്ണം പൊരിച്ച് ആ സ്പേസ് തന്നെ അടുത്തതും കൂടെ ഞാൻ 2 എണ്ണം ഇട്ട് കൊടുത്തു. ഇതേ രീതിയിൽ നമ്മളെല്ലാം ഇങ്ങും പൊരിച്ച് കോരുന്നുണ്ട്. എല്ലാം പൊരിച്ച് കോരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക കേട്ടോ മക്കളെ.